നമസ്കാരം, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ നിങ്ങൾ ടൈറ്റിൽ കണ്ടതുപോലെ ഇന്ത്യയിൽ നിങ്ങൾക്ക് ശമ്പളം എത്രയോ കിട്ടുന്നുണ്ടെങ്കിൽ ആ ശമ്പളം വെച്ചിട്ട് നിങ്ങൾ ഇന്ത്യയിൽ എവിടെയാണ്? അതായത് ഒരു മിഡിൽ ക്ലാസ് നിങ്ങളാണോ അല്ലയോ? മെജോറിറ്റി ആളുകളും പറയുന്നത് ഞാനൊരു മിഡിൽ ക്ലാസ് ആണ് എന്നാണ് പറയുന്നത്. പക്ഷെ നിങ്ങളൊരു മിഡിൽ ക്ലാസ് ആവണമെങ്കിൽ നിങ്ങൾക്ക് എത്ര ശമ്പളം കിട്ടണം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത്. വളരെ സിമ്പിളായിട്ട് ഒരു XY ഗ്രാഫ് വെച്ചിട്ട് ഈസി ആയിട്ട് പറയാം. ഈ ഗ്രാഫിൽ നിങ്ങൾക്ക് കാണാം, ആദ്യത്തെ പോർഷനിലേക്ക് നമ്മൾ സൂമിൻ ചെയ്ത് പോവുകയാണെങ്കിൽ ടോപ്പ് 40% ആയിട്ട് നിങ്ങൾ എത്തണമെങ്കിൽ നിങ്ങൾക്ക് എത്ര ശമ്പളം ഉണ്ടാകണം? എല്ലാവരും ക്യൂരിയസ് ആയിരിക്കും. 23,000 പെർ മന്ത് നിങ്ങൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇന്ത്യയിലെ ടോപ്പ് 40% ശമ്പളം മേടിക്കുന്ന വിഭാഗത്തിൽപ്പെട്ടിരിക്കുന്നു. ഇനി അതുപോലെ തന്നെ ഇത് പറയുന്നതിന് മുമ്പ് എക്സും വൈയും ഇൻകം ത്രഷോൾഡും ഇൻകം പെർസെൻറ്റേജിൽ നിന്ന് വെച്ചിട്ട് ഞാനൊരു ഇത് കൊടുത്തിട്ടുണ്ട്. അതൊന്നും ഡീപ്പറായിട്ട് നോക്കണ്ട, നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലായെന്ന് ഞാൻ കരുതുന്നു. ഇനി അടുത്തത് ടോപ്പ് 30% ആവണം എന്നുള്ളത്, എത്രയാകണം എന്നുള്ളത് നിങ്ങൾക്ക് കാണാൻ പറ്റും. 29,000 പെർ മന്ത് റഫ്ലി നിങ്ങൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇന്ത്യയിലെ ടോപ്പ് 30% ആണ്. അപ്പോൾ അടുത്തത് നമ്മുടെ പൈസ എറിഞ്ഞ് കളിക്കുന്ന കുറങ്ങച്ചൻ ടോപ്പ് 20% ആവണമെങ്കിൽ 38,000 പെർ മന്ത് നിങ്ങൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ടോപ്പ് 20%ൽ നിങ്ങൾ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. ഇനി എല്ലാവർക്കും എപ്പോഴും ടോപ്പ് ആകണം, ടോപ്പ് 10% ആകണം, ടോപ്പ് 1% ഒക്കെ ആവാനാണ് നമ്മുടെ വീട്ടിലൊക്കെ എല്ലാവരും പഠിപ്പിക്കുന്നത്. പക്ഷേ അത് എത്രത്തോളം ഉണ്ടെന്നുള്ളത് നമുക്ക് ഉടനെ കാണും. പക്ഷേ അതിന് മുമ്പ് ടോപ്പ് 10% ഇന്ത്യയിൽ നിങ്ങൾക്ക് എത്തണമെങ്കിൽ നിങ്ങൾക്ക് എത്ര ശമ്പളം കിട്ടണം എന്നുള്ളതിന് ഉത്തരത്തിലാണ് 66,000 റുപ്പീസ്. അതായത് മാസവരുമാനം 66,000 രൂപ കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ടോപ്പ് 10% കാറ്റഗറിയാണ്. ഇനി അതുപോലെ തന്നെ എഗെയിൻ കുറച്ചുകൂടെ നമ്മൾ സ്ട്രീം ലൈൻ ചെയ്ത് പോവാണ്. ടോപ്പ് 2%, ഇപ്പോൾ ഒരു 66,000 ഒക്കെ എത്തിക്കഴിഞ്ഞപ്പോൾ ഏകദേശം നമ്മുടെ ഒരു ഇതുണ്ടായിട്ടുണ്ടാവും. അപ്പം 66,000 ആയിട്ട് കഴിഞ്ഞിട്ട് വരുന്ന ടോപ്പ് 2%ൽ നിങ്ങൾക്ക് കയറണമെങ്കിൽ നിങ്ങൾക്ക് മാസവരുമാനം 3,28,000 രൂപ വേണം. അതായത് ഒന്നുകൂടെ പറയാം, 3,28,000 റുപ്പീസ് പെർ മന്ത് നിങ്ങൾ ഇപ്പോൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ടോപ്പ് 2% ആണ് ഇന്ത്യയിൽ. ഇനി എല്ലാവരും ഈ വീഡിയോ കാണുന്നതിൽ ഏറ്റവും കൂടുതൽ ആകാംക്ഷയോടെ നോക്കിയിരിക്കുന്ന ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ്, ടോപ്പ് 1% എത്രയാണ്? ഇതൊരു ശമ്പളം മേടിക്കുന്ന ഒരു കാറ്റഗറി ആയിട്ട് ഒരിക്കലും എനിക്ക് തോന്നിയിട്ടില്ല. ഈവൻ 3 lakh ആയാൽ പോലും ശമ്പളം കിട്ടുന്ന ആളെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. 66,000 ഒക്കെ നമുക്കൊരു പരിധി വരെയൊക്കെ കാണാമല്ലേ. പിന്നെ ഒരു 1 lakh 2 lakh എന്നൊക്കെ നമുക്ക് പിന്നെയും കുറേയൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പം ടോപ്പ് 1% കൂടുതൽ സസ്പെൻസ് ഇല്ലാതെ പറയാം, 9,23,000, അതായത് 9,23,000 രൂപ, ഏകദേശം 9 ലക്ഷം രൂപയോളം നിങ്ങൾക്ക് മാസത്തിലെ വരുമാനം ഉണ്ടെങ്കിൽ നിങ്ങൾ ഇന്ത്യയിലെ ടോപ്പ് 1% ആണ്. ഇനി ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഒരു ഏകദേശം ഐഡിയ വെച്ചിട്ട് മിഡിൽ ക്ലാസ് എന്നുള്ള രീതിയിലേക്ക് നിങ്ങൾ പറയുകയാണെങ്കിൽ ഈ ഒരു ഏത് കാറ്റഗറി ആയിരിക്കും എന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും ഗസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പം ഇതിൻ്റെ ഒരു ഉത്തരം വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് കാണാൻ പറ്റും. അപ്പം തീർച്ചയായിട്ടും നിങ്ങളുടെ കമൻറ്റിൽ നമുക്ക് കാണാൻ പറ്റുന്നതാണ്. ഈ ഒരു ഇതിൻ്റെ PDF ആയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ, ഈ ഒരു ഗ്രാഫ് നിങ്ങൾക്ക് വേണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നതാണ്. താഴെ ലിങ്ക് കൊടുക്കാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.